ഐക്യജനാധിപത്യത്തിൻ്റെ നേതാക്കന്മാരും പ്രവർത്തകരും വളരെ ആത്മാർത്ഥമായി ഈ തെരഞ്ഞെടുപ്പിൽ ഒറ്റക്കെട്ടായിട്ട് നിന്ന് പ്രവർത്തിച്ചതിൻ്റെ ഒരു വിജയമുണ്ട്. ഐക്യജനാധിപത്യത്തിലേക്ക് അനുകൂലമായി ഒരു സാഹചര്യങ്ങൾ നിലയിൽ വെക്കുമ്പോഴേ അത് മുതലാക്കാനായിട്ട് ഞങ്ങൾക്കെല്ലാവർക്കും കഴിഞ്ഞു. ഞങ്ങളുടെ എല്ലാവരുടെയും കൂടെ ഉള്ള വിജയമാണ് ഇത്. ഈ വലിയ ഭൂരിപക്ഷം അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. 8 റൗണ്ടുകൾ ഇപ്പോൾ പൂർത്തിയാകുമ്പോഴത്തേക്കിനും 17,000 സിസ്റ്റം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലേക്ക് താങ്കൾ അല്ലെങ്കിൽ ലീഡിലേക്ക് താങ്കൾ എത്തുകയാണ്. ഈ ഒരു ലീഡ് താങ്കൾ പ്രതീക്ഷിക്കുന്നു? 10,000-ന് മുകളിൽ ലീഡുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതാണ്. എന്നോട് മുഴുവൻ ആളുകളും പീരുമേട്ടിലെ വോട്ടർമാർ അതിനും അഭിപ്രായം പങ്കുവച്ചപ്പോഴും 10,000-ന് മുകളിൽ ഭൂരിപക്ഷം കിട്ടുമെന്ന് എന്നോട് അവർ പങ്കുവച്ചതാണ്. അത് ഏതാണ്ട് അതിലൊക്കെ വളരെ വലിയൊരു ലീഡ് ഇപ്പോൾ വന്നിരിക്കുന്നു. ഇനിയും ലീഡ് ഉയരുമെന്ന് തന്നെയാണ് സംഭവം. വണ്ടിപ്പെരിയാറിലെത്തുമ്പോൾ ഈ ട്രെൻഡാണെങ്കിൽ നമ്മൾ മുന്നിൽ തന്നെ വരും. വണ്ടിപ്പെരിയാർ പ്രാവശ്യം പുറകെ പോയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഐക്യജനാധിപത്യത്തിൻ്റെ നേതാക്കന്മാരും പ്രവർത്തകരും വളരെ ആത്മാർത്ഥമായി ഈ തെരഞ്ഞെടുപ്പിൽ ഒറ്റക്കെട്ടായിട്ട് നിന്ന് പ്രവർത്തിച്ചതിൻ്റെ ഒരു വിജയമുണ്ട്. ഐക്യജനാധിപത്യത്തിലേക്ക് അനുകൂലമായി ഒരു സാഹചര്യങ്ങൾ നിലയിൽ വെക്കുമ്പോഴേ അത് മുതലാക്കാനായിട്ട് ഞങ്ങൾക്കെല്ലാവർക്കും കഴിഞ്ഞു. ഞങ്ങളുടെ എല്ലാവരുടെയും കൂടെ ഉള്ള വിജയമാണ് ഇത്. ഈ വലിയ ഭൂരിപക്ഷം അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. 8 റൗണ്ടുകൾ ഇപ്പോൾ പൂർത്തിയാകുമ്പോഴത്തേക്കിനും 17,000 സിസ്റ്റം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലേക്ക് താങ്കൾ അല്ലെങ്കിൽ ലീഡിലേക്ക് താങ്കൾ എത്തുകയാണ്. ഈ ഒരു ലീഡ് താങ്കൾ പ്രതീക്ഷിക്കുന്നു? 10,000-ന് മുകളിൽ ലീഡുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതാണ്. എന്നോട് മുഴുവൻ ആളുകളും പീരുമേട്ടിലെ വോട്ടർമാർ അതിനും അഭിപ്രായം പങ്കുവച്ചപ്പോഴും 10,000-ന് മുകളിൽ ഭൂരിപക്ഷം കിട്ടുമെന്ന് എന്നോട് അവർ പങ്കുവച്ചതാണ്. അത് ഏതാണ്ട് അതിലൊക്കെ വളരെ വലിയൊരു ലീഡ് ഇപ്പോൾ വന്നിരിക്കുന്നു. ഇനിയും ലീഡ് ഉയരുമെന്ന് തന്നെയാണ് സംഭവം. വണ്ടിപ്പെരിയാറിലെത്തുമ്പോൾ ഈ ട്രെൻഡാണെങ്കിൽ നമ്മൾ മുന്നിൽ തന്നെ വരും. വണ്ടിപ്പെരിയാർ പ്രാവശ്യം പുറകെ പോയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു.